ആയോധന കലയായ കളരിപ്പയറ്റിൽ കേരളത്തിന് അഭിമാനിക്കാവുന്നതാണ് കൊല്ലത്തെ ഈ കൊച്ചുമിടുക്കി. ഈ വർഷത്തെ സംസ്ഥാന കളരിപ്പയറ്റ് മത്സരത്തിൽ വ്യക്തിഗത ചാമ്പ്യനായ അവന്തിക കരസ്ഥമാക്കിയത് 3 സ്വർണ്ണ മെഡലുകളും 1 വെള്ളി മെഡലുമാണ്. ഹൈദരാബാദിൽ നടന്ന ദേശീയ കളരിപ്പയറ്റ് മത്സരത്തിലും അവന്തിക സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ചവറ പന്മന കൃഷ്ണായനം കളരിയിൽ ഞങ്ങൾ എത്തുമ്പോൾ ശശിധര ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരിയിൽ ചുവടുറപ്പിക്കുകയാണ് അവന്തിക. 5 വയസ്സു മുതൽ കളരിപ്പയറ്റ് അഭ്യസിച്ച അവന്തിക ഇതിനോടകം നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞു. ഹൈദരാബാദിൽ നടന്ന ദേശീയ കളരിപ്പയറ്റ് മത്സരത്തിൽ 2 സ്വർണ്ണ മെഡലും 3 വെള്ളി മെഡലും 1 വെങ്കല മെഡലും അവന്തിക സ്വന്തമാക്കി. കൊല്ലം ജില്ലയിൽ 3 തവണ സ്റ്റേറ്റ് ചാമ്പ്യനായി. അതേപോലെ തന്നെ ഈ വർഷത്തെ സ്റ്റേറ്റ് ചാമ്പ്യനും കൂടെ ആയി. അച്ഛൻ്റെ പ്രോത്സാഹനം, പിന്നെ കൊച്ചുനാളിലെ അച്ഛൻ കുറേ ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു, സ്ട്രെച്ച് ഇരുത്തുകയും അതൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഓരോ വീഡിയോ കണ്ട് കളരിക്ക് വരാൻ തുടങ്ങി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കളരി ഒരു വലിയ ഗുണകരമായ ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചത് പല ആയോധന കലയ്ക്കും കുട്ടികൾ പോകുന്നുണ്ട്, എങ്കിൽ തന്നെ അതിൽ നിന്നും പോകുന്നതല്ല നമ്മൾ പറയുന്ന പൊരുൾ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അതിന് മയക്കമരുന്ന്, കഞ്ചാവ്, പല കേസ് കെട്ടുകളും ഒരുപാട് കുട്ടികളും അടിമയായി പോവുക. കളരിക്ക് കളരിയുടേതായ ഒരു ചിട്ടയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന തന്നെ ഇത്ര മണിക്ക് ഇണീക്കണം, ഇന്ന രീതിയിൽ അതിന് അടിസ്ഥാനപരമായ ഒരു സിലബസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആയോധന കലയോടുള്ള താല്പര്യം കൊണ്ടാണ് മകളെ ചെറുപ്രായത്തിൽ തന്നെ കളരി അഭ്യസിപ്പിച്ചതെന്ന് അവന്തികയുടെ കുടുംബം പറയുന്നു. അച്ഛൻ സാബുവിൻ്റെയും അമ്മ ചിപ്പിയുടെയും പൂർണ്ണ പിന്തുണയാണ് അവന്തികയുടെ നേട്ടങ്ങളുടെ പിന്നിൽ കരുത്തായത്. ഇതിനകത്ത് നല്ല താല്പര്യം ഉണ്ടതായിട്ട് നമുക്ക് തോന്നി. അതുകൊണ്ട് അവിടെ എല്ലാ കാര്യത്തിനും അതിനെക്കൂട്ടി സപ്പോർട്ടാണ് ആശാനിലുപരി നമ്മുടെ ഇവിടുത്തെ ഗോപൻ ചേട്ടനുണ്ട് കളരി നടത്തുന്നത്. ഇവരെല്ലാം പൂർണ്ണ സപ്പോർട്ട്. അവരാണ് നിർബന്ധിച്ച് നാഷണലിൽ വിട്ടത്. പിന്നെ നമുക്ക് പോകാനായിട്ട് അത്ര ദൂരം ഇവിടെ ഹൈദരാബാദ് വെച്ചായിരുന്നു. അപ്പം വിട്ടത് അവരെല്ലാവരുടെ കൂടി സപ്പോർട്ടിലായിരുന്നു പോയതാണ്. അപ്പോൾ പോയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യവും പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. സ്വയം പ്രതിരോധത്തിനൊപ്പം ക്ഷമയും ആരോഗ്യക്ഷമതയും കളരിപ്പയറ്റിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് അവന്തിക പറയുന്നു. കളരിപ്പയറ്റിൽ ഇനിയും പടവെട്ടിക്കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പരിശീലനത്തിന്റെ പുതിയ പാഠങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അവന്തിക. ന്യൂസ് മലയാളം, കൊല്ലം. അപ്പോൾ അവന്തിക കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ അവന്തികയുടെ വാർത്ത കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറ ചീഫ് നമ്മുടെ ഋതികേഷ് ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, കളരിപ്പയറ്റ് പഠിക്കാൻ വല്ല താല്പര്യമുണ്ട്? അപ്പോൾ പറയുകയാണ് പടവെട്ടിക്കയറാൻ വയറ് സമ്മതിക്കുന്നില്ലെന്ന്. അപ്പോൾ കളരിപ്പയറ്റൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ പോകാൻ നല്ലൊരു ആയോധന കല കൂടിയാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല വഴക്കൊക്കെ കിട്ടുന്ന സംഭവമാണ് കളരിപ്പയറ്റ്.